അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീനാരായണ പൂജ ചെയ്തു മനിശം നാമം ജപിച്ചിടുമേ, ശ്രീനാഥന്റെ പദാംബുജത്തിൽ മരുവാൻ കാത്തങ്ങുമേ മുന്നിതാ. സ്വാനന്ദം കഴിയുന്ന നാളിതിനു താൻ നീക്കട്ടെമൽ ജീവിതം. താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ നിസ്സാരമാണൊക്കെയും. ദേവീ ശരണം. അമ്മേ മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സദസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം പഞ്ചമാധ്യായമാണ് ഇന്നലെ മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങിയത്. ദീനരും ദുഃഖിതരുമായിട്ടുള്ള ദേവഗണങ്ങളെല്ലാവരും മഹാദേവനോടും ബ്രഹ്മാവിനോടും കൂടി വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ കണ്ടു. അവരുടെ ദുഃഖങ്ങളെ കണ്ടറിഞ്ഞ ഭഗവാൻ അവർക്ക് ഉപായം പറഞ്ഞു കൊടുക്കണം. ഒരു യുദ്ധം ചെയ്ത് അസ്ത്രശസ്ത്രങ്ങളാലെല്ലാം ഇപ്പൊ തൽക്കാലം പെട്ടെന്ന് പൃത്രനെ വധിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഛലം കൊണ്ട് മാത്രമേ അവനെ വധിക്കാൻ കഴിയുള്ളൂ. ശത്രുവിനെ ഇല്ലാതാക്കാനായിട്ട് ഛലം പ്രയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പണ്ട് ഞാൻ വാമനനായിട്ടും മോഹിനിയായിട്ടും ഒക്കെ നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഛലം ചെയ്തത് നിങ്ങളൊക്കെ ഓർക്കുമല്ലോ. അപ്പോൾ അപ്രകാരത്തിൽ നിങ്ങളും ഛലം ചെയ്തു വേണം അവനെ വധിക്കാനായിട്ട്. അതിനായിട്ട് ഗന്ധർവന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ വേഷം മാറി ഇതാ മുനിമാരോടുകൂടി അവിടെ ചെന്ന് അവനെ വിശ്വസിപ്പിച്ച് അവനെ ഇന്ദ്രന്റെ ആദ്യം മിത്രമാക്കി തീർക്കണം. ശത്രുവാക്കിയിരുന്ന അവനെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ച് ഛലത്തിൽ അവനെ മിത്രമാക്കി എടുത്ത് വന്ന് പിന്നീട് ഇന്ദ്രനെ അവനെ വധിക്കാം. ഞാനും എൻ്റെ ശക്തിയെ പ്രഭയെ ആ വജ്രായുധത്തിൽ കൊടുക്കാം. ആ വജ്രായുധത്തിൽ ഇന്ദ്രന്റെ വജ്രായുധത്തിൽ ഞാനും ഇതാ ആ ശക്തിയായിട്ട് സ്വശക്തിയായിട്ട് അവിടെ കൂടാം എന്നൊക്കെ ദേവന്മാരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ ദേവിയെയാണ് നിങ്ങൾ, യോഗമായിട്ടുള്ള ദേവിയെ നിങ്ങൾ ആദ്യം സ്മരിക്കുക. ആ യോഗമായ നിങ്ങളെ സഹായിക്കും. സത്വാത്മികയായിട്ടുള്ള ആ ദേവിയെ ഞാനും ആരാധിക്കാം. ഇന്ദ്രനും യുദ്ധത്തിൽ ശത്രുവിനെ ജയിക്കാൻ വേണ്ടി ആ ദേവിയെ പൂജ ചെയ്യട്ടെ. മോഹിനിയായിട്ടുള്ള മഹാമായ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ മോഹിപ്പിച്ചുകൊള്ളും. അങ്ങനെ മായാമോഹിതനായിട്ടുള്ള വൃത്രനെ പിന്നെ കൊല്ലാൻ വളരെ എളുപ്പമാണ്. പരാശക്തി പ്രസന്നയായാൽ സകലം സാധിക്കും. അങ്ങനെയല്ലാതെ ആരുടെയും മനോരഥം സാധിക്കാൻ പോകുന്നില്ല. സകല ഭൂതങ്ങളുടെയും അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ദേവി കാരണങ്ങൾക്കെല്ലാം പരമകാരണമാണ്. അതുകൊണ്ട് ഹേ ദേവന്മാരെ, വിശ്വമാതാവായിട്ടുള്ള ആ ദേവിയെ അത്യന്തം ആദരവുള്ളവരായിട്ട് ശത്രുനാശത്തിന് വേണ്ടിയിട്ട് സാത്വിക ഭാവത്തോടുകൂടി നിങ്ങളെല്ലാം ഭജിക്കണം. പണ്ട് ഞാൻ 5000 വർഷം ഭയങ്കരമായിട്ടുള്ള യുദ്ധം ചെയ്ത് മധുകൈടഭന്മാരെ വധിച്ചു. അന്ന് ഞാനും ആ ദേവിയെ നന്നായി സ്തുതിച്ച് പ്രസന്നയാക്കി. ആ ദേവി ആ ദൈത്യന്മാരെ മോഹിപ്പിച്ചതുകൊണ്ട് എനിക്കവരെ ചതിവിൽ കൊല്ലാൻ കഴിഞ്ഞു. മഹാബാഹുക്കളും മതഗർവിതരുമായിട്ടുള്ള മധുകൈടഭന്മാരെ രണ്ടുപേരെയും വിശ്വാസമുള്ളവരാക്കിയിട്ടാണ് ഞാൻ അവരെ കൊന്നത്. അതുകൊണ്ട് ഇപ്പോഴും പരാപ്രകൃതിയെ ആയിട്ടുള്ള ദേവിയെ ഭക്തിയുക്തരായിട്ട് ഭജിക്കുക. ആ ദേവി എങ്ങനെയും കാര്യം നിങ്ങളുടെ നിറവേറ്റിത്തരും. ഇങ്ങനെ വിഷ്ണു അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു. ദേവന്മാരതെല്ലാം സശ്രദ്ധം കേട്ടു. മന്ദാര വൃക്ഷം കൊണ്ട് നിറഞ്ഞതായിട്ടുള്ള മേരുപർവ്വതത്തിന്റെ ശിഖരത്തിലേക്ക് പോയി. അവിടെ ഒരു ഏകാന്ത സ്ഥലത്തിരുന്ന് അവര് ദേവിയെ ഭജിക്കാൻ തപസ് ചെയ്യാൻ തുടങ്ങി. ജഗദ്ധാത്രിയും സൃഷ്ടിസ്ഥിതി കാരണത്തിന് ഹേതുബുദ്ധിയുമായിട്ടുള്ള ഭക്താഭിഷ്ടിയും പ്രദായിനിയുമായിട്ടുള്ള സംസാരനാശിനിയായിട്ടുള്ള ജഗദംബികയെ ഇതാ ദേവന്മാരെല്ലാവരും കൂടി സ്തുതിക്കുകയാണ്.
ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ശ്ലോകങ്ങൾ, ഏതാണ്ട് ഈ അധ്യായത്തിൻ്റെ കുറച്ച് അവസാനം വരെയുള്ള ഭാഗങ്ങളൊക്കെ ദേവന്മാരെ ദേവിയെ സ്തുതിച്ച ശ്ലോകങ്ങൾ ആണ് ഇവിടെ വർണ്ണിക്കുന്നത്. ദേവി പ്രസീദ പരിപാഹി സുരാൻ പ്രതപ്താൻ വൃത്രാസുരേണ സമരേ പരിപീഡിതാംശ്ച ദീനാർത്തിനാശനപരേ പരമാർത്ഥതത്വേ പ്രാപ്താം ത്വദംഘ്രികമലം ശരണം സദൈവ. ദേവി ഞങ്ങളിൽ പ്രസാദിക്കണം. വൃത്രാസുരനാൽ അത്യധികം ഉപദ്രവിക്കപ്പെട്ട കഷ്ടപ്പെടുന്ന ദേവന്മാരായിട്ടുള്ള ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണം. ദുഃഖാർത്തരുടെ അർത്ഥനാശിനിയായിട്ടുള്ള അവിടുന്ന്, അവിടുത്തെ പാദങ്ങളിൽ ഞങ്ങളിതാ നമസ്കരിക്കണു, സദാ ശരണം കിട്ടാനായി ആശ്രയിക്കണു. സർവലോകത്തിൻ്റെയും ജനനിയാണ് അവിടുന്ന്. ഈ ശത്രുപീഡയിൽ ദുഃഖിക്കുന്ന ഞങ്ങളെ അവിടുത്തെ മക്കളെപ്പോലെ കരുതി ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഈ ത്രിഭുവനങ്ങളൊക്കെ അവിടുത്തെ സൃഷ്ടിയാണ്. അവിടുത്തെ ഇച്ഛാശക്തിയിലാണ് ഹരിയും ഹരനും ബ്രഹ്മാവും ഒക്കെ വർത്തിക്കുന്നത്. അവരെ സകല കർമ്മങ്ങളും ചെയ്യുന്നത് അവിടുത്തെ ശക്തി വെച്ചുകൊണ്ടാണ്. അവിടുത്തെ കൃപാകടാക്ഷമുള്ളതൊന്നുകൊണ്ട് മാത്രമാണ് ത്രിമൂർത്തികൾക്ക് സൃഷ്ടിസ്ഥിതി സംഹാരാദി ലീലകളൊക്കെ വേണ്ട വിധത്തിൽ ചെയ്യാൻ കഴിയുന്നത്. അപരാധം ചെയ്തിട്ട് കഴിയുന്ന പുത്രന്മാരെ അമ്മ പരിഭവത്തോടെ സംരക്ഷിക്കണു. അങ്ങനെയല്ലേ അവിടുന്നും ഹേ കരുണാസിന്ധി ദേവി ചെയ്യുന്നത്. അവിടുത്തെ കാൽത്തണികളിൽ പണിയുന്നതായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണേ. എന്നെ ഭജിച്ച സ്ഥാനം നേടിയവരല്ലേ, എന്നിട്ട് സുഖഭോഗങ്ങളിൽ ആർത്തി പൂണ്ട് ആ ഭക്തിയെ കൈവിട്ടു. ഞങ്ങളെ കാണുകയേ വേണ്ട എന്നൊക്കെയാണോ അവിടുന്ന് ചിന്തിക്കുന്നത്? ഞങ്ങൾ അവിടുത്തെ സന്താനങ്ങളല്ലേ. സന്താനങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അതിനെ പൊറുക്കുക എന്നുള്ളത് അമ്മയുടെ കർത്തവ്യമാണല്ലോ. അമ്മയെ മറന്ന് അമ്മയെ ഭജിക്കാതെ ഞങ്ങൾ തുച്ഛമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ മുഴുകി കിടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കരുണാമയായിട്ടുള്ള അമ്മയല്ലാതെ ഞങ്ങളെ, അമ്മ തന്നെയല്ലേ ഞങ്ങളെ ഇത്തരത്തിലുള്ള ഈ സുഖഭോഗാദികളായിട്ടുള്ള മോഹത്തിൻ്റെ വലയിൽ കുടുക്കിയത്. പണ്ട് ബലിഷ്ഠനും ദൈത്യന്മാരുടെ അധിപതിയുമായിട്ടുള്ള മഹിഷാസുരനെ യുദ്ധത്തിൽ അവിടുന്ന് കൊന്നു. അതുപ്രകാരം തന്നെ ഞങ്ങളെ കിടുകിട വിറപ്പിക്കുന്നതായിട്ടുള്ള സകല ലോകത്തെയും വിറപ്പിക്കുന്നതായിട്ടുള്ള ഭയങ്കരനായിട്ടുള്ള വൃത്രനെയും അവിടുന്ന് വധിച്ച് ഞങ്ങളെ രക്ഷിക്കണം. ശുംഭൻ എന്ന അസുരൻ അതിബലവാനായിരുന്നുവല്ലോ. അവൻ്റെ അനുജൻ നിശുംഭൻ ആ സഹോദരന്മാരെ അവിടുന്നല്ലേ വധിച്ചത്. അവരുടെ കൂടെയുണ്ടായിരുന്നതായിട്ടുള്ള സകല ദൈത്യന്മാരെയും അമ്മയല്ലേ വധിച്ച് ഞങ്ങളെ രക്ഷിച്ചത്. അതുപോലെ പ്രബലനും ദുഷ്ടബുദ്ധിയുമായിട്ടുള്ള ഈ വൃത്രാസുരനെയും അവിടുത്തെ മോഹത്തിൽപ്പെടുത്തി അവനെയും വധിച്ച് ഞങ്ങളെ രക്ഷിക്കണം. സന്തപ്തരായിട്ടുള്ള അവനെ ഭയന്ന് അവൻ്റെ പീഡനങ്ങളെ സഹിക്കാതെ കണ്ട് ഒളിച്ചോടി കഴിയുന്നതായിട്ടുള്ള ഞങ്ങളുടെ ക്ലേശങ്ങളെയെല്ലാം അവിടുന്ന് മാറ്റിത്തരണം. വേറെ ആരുണ്ടമ്മേ ഞങ്ങളെ ഇപ്പോൾ സഹായിക്കാൻ എന്നൊക്കെ ദേവന്മാര് ദേവിയെ പ്രാർത്ഥിക്കണു. ബാക്കി ഭാഗങ്ങളെ നമുക്കിവിടെ